2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ഛത്തീസ്ഗഡിൽ നിന്നും പുനരാരംഭിക്കും. 26 ദിവസം പിന്നിട്ട യാത്രയ്ക്ക് ഹിന്ദി ഹൃദയഭൂമിയിലും വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര ഛത്തീസ്ഗഡിലൂടെ 536 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. 26 ദിവസം പിന്നിട്ട ന്യായ് യാത്രയ്ക്ക് ജനപങ്കാളിത്തം കൂടുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പിന്നിട്ട യാത്ര ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് എത്തിയപ്പോഴും ജനങ്ങളുടെ പങ്കാളിത്തത്തിന് യാതൊരു കുറവുമില്ല. അന്യായത്തിന്റെ BJP ഭരണകാലത്ത് ന്യായത്തിന് വേണ്ടിയാണ് താൻ യാത്ര ചെയ്യുന്നതെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ജാതി സെൻസസ് രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. എന്നാൽ ജാതി സെൻസസ് നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവുന്നില്ല. കാരണം അദ്ദേഹം ജനിച്ചത് മുന്നാക്ക വിഭാഗത്തിലാണെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനം BJPയുടെ ഭിന്നിപ്പ് രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒളിയമ്പാണ്. 200 कॉर्पोरेट्स में से मैंने आंकड़े निकाले हैं. उनकी टॉप मैनेजमेंट में, उनके मालिकों के लिस्ट में ना एक ओबीसी है, ना एक दलित है, ना एक आदिवासी. मैं आपको बता सकता हूं कि दिल्ली में 90 अफसर जो देश को चलाते हैं उनमें से 3 ओबीसी हैं, एक आदिवासी है, 3 दलित हैं. मतलब 73% हिंदुस्तान के 5% बजट को चलाता है. എല്ലാ വിഭാഗത്തിന്റെയും ഉന്നമനത്തിന് വേണ്ടിയാണ് ജാതി സെൻസസ് നടത്തണമെന്ന് ഞങ്ങൾ പറയുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ജനുവരി 14-ന് മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര 67 ദിവസം കൊണ്ട് 6713 കിലോമീറ്റർ പിന്നിട്ട് 15 സംസ്ഥാനങ്ങളിലെ 110 ജില്ലകളിലൂടെ സഞ്ചരിച്ച് മാർച്ച് 20-ന് മുംബൈയിൽ സമാപിക്കും. സജു ചാമക്കാലയിൽ, ജയ് ഹിന്ദ് ന്യൂസ്, ഡൽഹി.